ലോകശക്തികൾ ഇറാനെ തലകുനിപ്പിക്കാൻ ഭീരുക്കളെ പോലെ അണിനിരക്കുന്നു എന്നും എന്നാൽ തങ്ങൾ തലകുനിക്കില്ല എന്നുമാണ് ഏറ്റവും ഒടുവിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെ സൈനിക ബലം കാണിച്ച് വരുതിയിൽ കൊണ്ടുവരാനുള്ള അമേരിക്കൻ ശ്രമത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്ന ഇറാന്റെ നിലപാടോടെ വെട്ടിലായിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്. ഇറാൻ ആക്രമിച്ചാൽ അത് പലതരത്തിൽ തങ്ങൾക്ക് തിരിച്ചടിയാകും. മാത്രവുമല്ല, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തളക്കപ്പെട്ട പോലെ തങ്ങളും ദീർഘകാലം യുദ്ധമുഖത്ത് നിലകൊള്ളേണ്ടി വരുമെന്ന ഭയവും അമേരിക്കക്ക് ഉള്ളിലുണ്ട്. യുദ്ധപ്രതീതി സൃഷ്ടിച്ച് ഇറാനെ ഭയപ്പെടുത്തി ഇറാന്റെ കയ്യിലെ അവർ ആർജിച്ച ആണവ പദ്ധതി മരവിപ്പിക്കുക എന്നതായിരുന്നു അമേരിക്ക സ്വപ്നം കണ്ടിരുന്ന അവരുടെ തന്ത്രം. എന്നാൽ ഒപ്പം ഇറാന്റെ മിസൈലുകളുടെ ദൂരപരിധി 300 മീറ്ററാക്കി കുറയ്ക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ കുന്തമുനകളായ ഈ മിസൈൽ പദ്ധതിയും ആണവ പദ്ധതിയും ഇവ രണ്ടും ഉപേക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഇറാനിനെ കീഴ്പ്പെടുത്തുക അസാധ്യമാണെന്ന് ഇറാന് തന്നെ നന്നായി അറിയാം. പല്ലുപോയ സിംഹത്തെ ആക്രമിക്കാൻ ആർക്കും കഴിയും എന്ന പോലെയാണ് പിന്നീട് ഇറാൻ ആക്രമിക്കാൻ ഇസ്രയേലിന് കാര്യങ്ങൾ എളുപ്പമാകുക. അതായിരുന്നു അമേരിക്കൻ പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങൾക്ക് ഇറാൻ വഴങ്ങില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ യുദ്ധം ഒഴിവാക്കാൻ ഇറാന്റെ കയ്യിലെ ഫോർമുല എന്തായിരിക്കുമെന്ന് നമുക്ക് പിന്നീട് കാത്തിരിക്കേണ്ടതുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതും. ആണവ കരാറിൽ ധാരണയിലെത്താൻ ഇറാന് മേൽ അമേരിക്ക ചെലുത്തുന്ന സമ്മർദ്ദത്തിന് വഴിപ്പെടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ലോകശക്തികൾ ഇറാനെ തലകുനിപ്പിക്കാൻ ഭീരുക്കളെ പോലെ അണിനിരക്കുകയാണ് എന്നും വിമർശിക്കുന്നുണ്ട്. മറ്റു പ്രശ്നങ്ങളിൽ തലകുനിക്കാത്തതുപോലെ ഈ ഭീഷണിക്ക് മുന്നിലും ഇറാൻ തലകുനിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനെ കരാറിലെത്തിക്കാൻ പരിമിതമായ ആക്രമണം പദ്ധതിയിടുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോടാണ് മസൂദ് പെഷസ്കിയാന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ഇറാനിലെ സർവകലാശാലകളിൽ കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ വളരെ ദുഃഖകരമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കും ഇറാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് കാലയളവിൽ ഇറാനിൽ 32,000 പേർ മരണപ്പെട്ടതായാണ് ട്രംപ് പുറത്തുവിട്ട കണക്ക്. എന്നാൽ സംഘർഷത്തിൽ മരിച്ചത് 3117 പേരാണെന്നും ഇതിന്റെ കണക്കുകൾ ഇറാൻ തന്നെ മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയും വ്യക്തമാക്കി. ആണവ കരാറിൽ ധാരണയിലെത്താൻ ഇറാന് 10 മുതൽ 15 ദിവസം വരെ സമയപരിധിയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ട്രംപ് നിശ്ചയിച്ചിരുന്നത്. കരാറിലെത്താൻ ഇറാൻ പരാജയപ്പെട്ടാൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ യുദ്ധം ആരംഭിക്കില്ലെന്നും അമേരിക്ക തങ്ങളെ ആക്രമിക്കുന്ന പക്ഷം സ്വയം പ്രതിരോധത്തിനായുള്ള അവകാശം വിനിയോഗിക്കുമെന്നുമാണ് ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ അറിയിച്ചിരുന്നത്. എന്നാൽ 10 ദിവസം മുതൽ 15 ദിവസം വരെ എന്ന അമേരിക്കയുടെ സമയം ഏറ്റവും ഒടുവിൽ അവർ അത് 48 മണിക്കൂറാക്കി ചുരുക്കിയിട്ടുമുണ്ട്. എന്നിട്ടും ഇറാൻ ഇവിഷയത്തിൽ ഒരു നിലപാടും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. അതേസമയം അമേരിക്കൻ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കണിനൊപ്പം ചേരേണ്ട ജെറാർഡ് ആർഫോർഡ് കപ്പലിന്റെ വരവിൽ കാലതാമസം നേരിടുകയാണെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ജെറാർഡ് ആർഫോർഡിന്റെ വിന്യാസം എവിടെ എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നത് ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളാത്തതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ മെഡിറ്ററേനിയൻ കടലിലാണ് എബ്രഹാം ലിങ്കൺ നങ്കൂരമിട്ടിരിക്കുന്നത്. ഇതിനോടൊപ്പമായിരിക്കും ജെറാർഡ് ആർഫോർഡും ചേരേണ്ടി വരിക. അവിടേക്കുള്ള യാത്രയിലാണ് കപ്പൽ എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ എവിടെയായിരിക്കും അവരുടെ വിന്യാസം എന്നത് സംബന്ധിച്ച കാര്യത്തിൽ പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്.